ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെൻ്റെ കയ്യിൽ ഒരു മൈക്കുണ്ട്, കാനൻ്റെ. ഇതെൻ്റെ ബ്രദർ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാനിപ്പോൾ 2 മാസമായിട്ട് ഈ മൈക്കാണ് യൂസ് ചെയ്യുന്നത്, അതായത് വീഡിയോക്ക് വോയിസ് ഓവർ എടുക്കാനൊക്കെ. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു റിവ്യൂ ആണ്, ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ 2 മൈക്ക് വരുന്നുണ്ട്, 2 മൈക്ക്, പിന്നെ ഒരു റിസീവർ സി ടൈപ്പ്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഐഫോണിൽ യൂസ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു കണക്ടറുണ്ട്. അത് നമുക്ക് ഈ റിസീവറിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഐഫോണിൽ യൂസ് ചെയ്യാൻ പറ്റും. അത് ഐഫോൺ ആൻഡ്രോയിഡ് ആക്കണമെങ്കിൽ ഇത് അയച്ചിട്ട് സി ടൈപ്പ് നമുക്ക് ആൻഡ്രോയിഡിലും യൂസ് ചെയ്യാം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഒരു സി ടൈപ്പ് ചാർജിങ് കേബിളാണ്. ഇത്രയായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്, ഈ ഒരു ബോക്സിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ നമുക്ക് വളരെ ഈസിയാണ്, അതായത് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഈ ഒരു റിസീവർ നമ്മളെ ഫോണിൻ്റെ ചാർജിങ് ഹോളിൽ കുത്തുക. അതിനുശേഷം അതായത് മൈക്കിൻ്റെ ഇവിടെയായിട്ട് ഒരു ബട്ടൺ ഉണ്ട്, അതൊന്ന് 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക. 3 സെക്കൻഡ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഗ്രീൻ ലൈറ്റ് കത്തും. ഈ ഗ്രീൻ ലൈറ്റ് സ്റ്റില്ലായി നിൽക്കണമെങ്കിൽ നമ്മളിതിവിടെ ഫോണിൻ്റെ അവിടെ കണക്ട് ചെയ്യണം. ഞാനിപ്പോൾ കണക്ട് ചെയ്തില്ല, കണക്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. കണക്ട് ചെയ്തിട്ട് ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രീൻ ലൈറ്റ് സ്റ്റില്ലായി നിൽക്കും. ഇതിപ്പോൾ കണക്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഗ്രീൻ ലൈറ്റ് ബ്ലിങ്കിങ് ആയി കളിക്കുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ട് ഞാൻ ബാക്കിയുള്ള എന്തൊക്കെയാണ്, എത്ര ലോങ്ങിൽ നമുക്കിത് മൈക്ക് വർക്കാവുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ സൗണ്ട് നോയ്സൊക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ നല്ല സൗണ്ട് ഉണ്ട്. ഇവിടെ എൻ്റെ വീടിൻ്റെ ബാക്കിലായിട്ട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ ആ സൗണ്ടൊക്കെ ഇപ്പോൾ ഞാൻ നോർമൽ മൈക്കില്ലാണ്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സൗണ്ട് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ മൈക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര സൗണ്ട്, അതായത് ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് നമുക്ക് ഈ വീഡിയോയിൽ വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഇതാ മൈക്ക് കണക്ട് ആക്കിയിട്ടാണ്. ഇതാ ഇപ്പോൾ ആ ഗ്രീൻ ലൈറ്റ് സ്റ്റില്ലായി നിന്നിട്ടാണ് ഉള്ളത്. ഇപ്പോൾ മൈക്ക് കണക്ട് ആയി. ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വീടിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം വരുന്നതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ നോക്കിയാലേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ മൈക്കിലാണ് സംസാരിക്കുന്നത്, മൈക്ക് കണക്ട് ആക്കിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ നല്ല അടുത്തുനിന്നാണ് സംസാരിക്കുന്നത്. ഇനി നമുക്ക് ലോങ്ങിൽ എത്ര മീറ്റർ വരെ നമുക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ മൈക്ക് കണക്റ്റിലുള്ളത് ഞാൻ അത്യാവശ്യം ഒന്ന് ലോങ് പോയി നോക്കുന്നു. ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു 5 മീറ്റർ ഇപ്പുറമായിട്ടാണ് നിൽക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഏകദേശം ഒരു 5 മീറ്റർ ദൂരം ഉണ്ടാവും. 5 മീറ്റർ ദൂരത്ത് നിന്ന് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇത്രയും ലോങ്ങിൽ ഇതുവരെ ഈ മൈക്ക് യൂസ് ചെയ്തിട്ടില്ല. എന്തെന്ന് വെച്ചാൽ ഞാൻ ഈ മൈക്കാകെ ഓൺ വോയിസ് അല്ല, അതായത് വോയിസ് ഓവർ കൊടുക്കാൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സംസാരിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഈ മൈക്ക് ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത്ര ലോങ്ങിലൊന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. ഓക്കെ, ഇപ്പോൾ ഞാൻ ലോങ്ങിലുള്ളത് ഞാൻ ഒന്ന് സൂം ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതാ നേരത്തെ നിന്ന അതേ സ്പോട്ടിൽ നേരത്തെ നിന്ന സ്പോട്ടിലാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ 6x സൂം ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് സംസാരിക്കുന്നത്, അതായത് എൻ്റെ ഫേസ് അടുത്ത് കണ്ടിട്ട് സംസാരിക്കാന്ന് വെച്ച് ഞാൻ അവിടുന്ന് സൂം ഇട്ടതാണ്. അപ്പോൾ നേരത്തെ നിന്ന് അതേ സ്പോട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് താഴെ പോയിട്ട് എത്ര ഡിസ്റ്റൻസിൽ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. അതായത് ഈ ക്യാമറ ടെറസിൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ വീടിൻ്റെ പുറത്തേക്ക് പോയിട്ട് നമുക്ക് എത്ര ഡിസ്റ്റൻസ് വരെ ഈ മൈക്ക് വർക്കാവും നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ എടുത്തു തരാൻ ആളില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ട്രൈപോഡിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ടെറസിൻ്റെ മുകളിൽ. ഇനി ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഏകദേശം ഒരു റോഡിൻ്റെ അങ്ങോട്ട് നടന്നു പോവാം. അപ്പോൾ നമുക്ക് എത്ര പേരെ ഇത് മൈക്കിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങാൻ പോവാം. വീട്ടിൻ്റെ പുറത്തിറങ്ങി. അപ്പോൾ ക്യാമറ എടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല ടെറസിൻ്റെ മുകളിൽ. അപ്പോൾ സൗണ്ട് എത്രത്തോളം കേൾക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആകണം, ഞാൻ ഒന്ന് മൈക്ക് ടെസ്റ്റ് ചെയ്യും. അവിടെ വീഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിന്റെ ടെറസിന്റെ മുകളിൽ. നടന്ന് ഏകദേശം 25 മീറ്റർ ആയിട്ടുണ്ടാവും. ഇനി എന്നെ കാണൂല, എന്ന് വെച്ചാൽ ഞാൻ ടെറസിന്റെ മുകളിലാണ് ക്യാമറ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി എന്നെ കാണത്തില്ല. ഇവിടെ എൻ്റെ വീടിന്റെ അടുത്തുള്ള സ്കൂളിൽ പ്രതിജ്ഞയാണ്. ഏകദേശം ഇപ്പൊ ഒരു 30 മീറ്റർ നടന്നിട്ടുണ്ടാവും. 30 മീറ്റർ
ഇനി ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് നടക്കുക. ഗൈസ്, അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് നടക്കുമെന്ന്. എന്നെ ഇപ്പോൾ കാണണമെങ്കിൽ ഞാൻ കുറച്ച് മുമ്പോട്ട് നടന്നാലേ എന്നെ കാണാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ക്യാമറ മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അധികം അടുത്തുനിന്ന് കാണാൻ പറ്റില്ല. ഇതാ ഇപ്പോൾ ചെറിയ രീതിയിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 30 മീറ്ററോളം നടന്ന് ക്യാമറയും എല്ലാം മൈക്കും സെറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് നോക്കാം അതിൻ്റെ സൗണ്ടൊക്കെ പക്കയാണോന്ന്. ഓക്കെ, അപ്പോൾ ഗൈസ് എൻ്റെ മൈക്ക് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു റിവ്യൂ എന്ന് വെച്ചാൽ എന്താ പറയുക, ഇത്രയും ചീപ്പ് റേറ്റിന് നല്ലൊരു ക്വാളിറ്റി ആയിട്ടെന്ന് തന്നെ പറയാം ഈ K9ൻ്റെ വയർലെസ് മൈക്രോഫോൺ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിൽ ഏകദേശം ഒരു 560 രൂപ റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ 560 രൂപക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ പറയാം. പിന്നെ ഇത് ലോങ് ഡിസ്റ്റൻസ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം ഒരു 20 മീറ്റർ വരെ സൗണ്ട് ക്വാളിറ്റി പക്കയായിട്ട് കിട്ടുന്നുണ്ട്. 20 കിലോമീറ്റർ അല്ല 20 മീറ്ററിന് പുറത്തേക്ക് പോകുമ്പോൾ എന്താ പറയുക, സൗണ്ട് ചെറുതായിട്ട് കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ 20 മീറ്റർ വരെ പക്കയാണ്, വേറെ ഒരു കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്നത് ഒരു 5ൽ 3.5 ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ മൈക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.